ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു. പുരസ്കാരം നൽകിയ ശേഷം രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിൽ മോഹൻലാലിനെ സമ്പൂർണ്ണ നടൻ എന്ന് വിശേഷിപ്പിച്ചത് സദസ്സ് കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. മനുഷ്യവികാരങ്ങളെ അതിമനോഹരമായി നിഷ്പ്രയാസം അദ്ദേഹം അവതരിപ്പിച്ചു. ഏറ്റവും മൃദുലമായ വികാരങ്ങളെയും ഏറ്റവും കഠിനമായ വികാരങ്ങളെയും ഒരേപോലെ അവതരിപ്പിച്ചു അദ്ദേഹം. സമ്പൂർണ്ണ നടൻ എന്ന വിശേഷണം അർത്ഥമാക്കുന്നു എന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഈ വാക്കുകൾ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിനുള്ള ഒരു വലിയ അംഗീകാരമായി കണക്കാക്കപ്പെടുന്നു. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നൽകിയ ശേഷം നടത്തിയ പ്രസംഗത്തിൽ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ പൊതുവായ വളർച്ചയെയും രാഷ്ട്രപതി അഭിനന്ദിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെയും ഏറ്റവും വൈവിധ്യമാർന്ന സമൂഹത്തെയും ഇന്ത്യൻ സിനിമ അതിൻ്റെ സ്വാധീനമുള്ള കലാരൂപത്തിലൂടെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. ഇന്ത്യൻ സാഹിത്യം പല ഭാഷകളിലായി സൃഷ്ടിക്കപ്പെടുന്നതുപോലെ ഇന്ത്യൻ സിനിമയും വിവിധ ഭാഷകളിലും പ്രാദേശിക സാഹചര്യങ്ങളിലും വികസിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമ കേവലം ഒരു വ്യവസായമല്ലെന്നും സമൂഹത്തിൽ അവബോധം വളർത്തുവാനും പൗരന്മാരെ കൂടുതൽ സംവേദനക്ഷമമാക്കാനുള്ള ശക്തമായ മാധ്യമം ആണെന്നും രാഷ്ട്രപതി ഊന്നി പറഞ്ഞു. ഒരു സിനിമയുടെ ജനപ്രിയത പ്രധാനമാണെങ്കിലും യുവതലമുറയ്ക്ക് അത് പൊതുതാൽപര്യത്തിന് വേണ്ടിയുള്ളതാണോ എന്നത് അതിനേക്കാൾ പ്രധാനമാണെന്നും അവർ ഓർമ്മിപ്പിച്ചു. മോഹൻലാലിനെ പോലുള്ള കലാകാരന്മാർ തങ്ങളുടെ സൃഷ്ടികളിലൂടെ ഈ ഉത്തരവാദിത്തം നിറവേറ്റിയെന്നും അവർ കൂട്ടിച്ചേർത്തു. രാഷ്ട്രപതിയുടെ പ്രശംസയ്ക്ക് മറുപടി എന്നോണം മോഹൻലാൽ നടത്തിയ പ്രസംഗം വികാര നിർഭരമായിരുന്നു. അദ്ദേഹം പുരസ്കാരം മലയാള സിനിമയ്ക്കും കേരളത്തിലെ പ്രേക്ഷകർക്കുമായി സമർപ്പിച്ചു. ഈ നിമിഷം എൻ്റേത് മാത്രമല്ല, ഇത് മുഴുവൻ മലയാള സിനിമാ മേഖലയ്ക്കും ഉള്ളതാണ് എന്ന് മോഹൻലാൽ പറഞ്ഞു. ഈ അംഗീകാരം ലഭിച്ചത് ഭാഗ്യത്തിൻ്റെ ഒരു കയ്യൊപ്പായാണ് താൻ കാണുന്നതെന്നും മലയാള സിനിമയെ രൂപപ്പെടുത്തിയ എല്ലാവർക്കും വേണ്ടിയാണ് താൻ ഈ പുരസ്കാരം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമ എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനം ആണ് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സദസ്സിൽ വലിയ കയ്യടി നേടി. തനിക്ക് ലഭിച്ച ഈ ബഹുമതി കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്നുണ്ടെന്നും കൂടുതൽ സത്യസന്ധതയോടെയും അർപ്പണബോധത്തോടെയും തൻ്റെ യാത്ര തുടരുമെന്നും മോഹൻലാൽ പറഞ്ഞു. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും പുരസ്കാര ജൂറിക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാൻ അടക്കമുള്ള പ്രമുഖർ എഴുന്നേറ്റ് നിന്നാണ് മോഹൻലാലിനെ സ്വീകരിച്ചത്. ഷാരൂഖ് ഖാൻ കൈകൂപ്പി അദ്ദേഹത്തെ ആദരിച്ചത് ചടങ്ങിൻ്റെ ഹൃദയസ്പർശിയായ നിമിഷമായിരുന്നു. മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്രയും ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. ഭർത്താവിൻ്റെ നേട്ടം കണ്ട് അവർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. വിവിധ ഭാഷാ സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരും മോഹൻലാലിന് ആശംസകൾ നേരാൻ മത്സരിച്ചു. ഈ നിമിഷം ഒരു വ്യക്തിയുടെ വിജയം മാത്രമല്ല, ഒരു കൂട്ടായ കലാരൂപത്തിൻ്റെ വിജയമാണ് എന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ സിനിമയുടെ പിതാവായ ധുണ്ടിരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്ന ദാദാസാഹേബ് ഫാൽക്കെയുടെ പേരിൽ 1969 സ്ഥാപിച്ചതാണ് ഈ പുരസ്കാരം.